നമസ്കാരം. അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും ഏറെക്കുറെ ഫ്ലാറ്റ് സൈഡിൽ ട്രേഡ് ചെയ്യുകയും ഏഷ്യൻ മാർക്കറ്റിൽ വീക്ക്നെസ് പ്രകടമാവുകയും ചെയ്തതോടുകൂടി ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസവും മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിരുന്നു. ഇൻട്രാഡേയിൽ നിഫ്റ്റി 25,200 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തിയെങ്കിലും പിന്നീട് ചെറിയ രീതിയിലുള്ള റിക്കവറി വരികയും 25,232 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും മാർക്കറ്റ് ഏകദേശം 1.5% ഇടിയുകയും ചെയ്തു. തുടർച്ചയായ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലാണ് മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുന്നത്. അതോടൊപ്പം മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന ആശങ്കകൾ തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗ്രീൻലാൻഡ് അക്വിസിഷനെ എതിർക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനം യൂറോപ്യൻ വിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റിലുമൊക്കെ പ്രകടവുമാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഏഷ്യൻ ഇൻഡെക്സുകൾ നെഗറ്റീവ് സൈഡിലും ഏഷ്യൻ മാർക്കറ്റിൽ സെൽ ഓഫും പ്രകടമാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് J&K ബാങ്ക്. J&K ബാങ്കിൻ്റെ പ്രോഫിറ്റ് 11% ഉയർന്നെങ്കിലും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 1% ഇടിഞ്ഞു. 1,580 കോടിയിൽ നിന്നും 1,480 കോടിയിലേക്കാണ് കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇടിഞ്ഞിരിക്കുന്നത്. അതേസമയം പ്രോഫിറ്റ് 11% വർദ്ധിച്ച് 531 കോടിയിൽ നിന്നും 588 കോടിയിലേക്കെത്തി. ഗ്രോസ് NPA 3.32% നിന്നും 3% ഇംപ്രൂവ് ആയപ്പോൾ നെറ്റ് NPA 0.76% നിന്നും 0.68% ഇംപ്രൂവ് ആയി. മറ്റൊരു സ്റ്റോക്ക് ഇന്ത്യാമാർട്ട് ഇൻ്റർമെഷാണ്. റവന്യൂ 13% വർദ്ധിച്ച് 384 കോടിയിൽ നിന്ന് 402 കോടിയിലേക്കെത്തി. EBITDA 3% ഇടിഞ്ഞ് 138 കോടിയിൽ നിന്ന് 134 കോടിയിലേക്കെത്തിയപ്പോൾ പ്രോഫിറ്റ് 55% വർദ്ധിച്ച് 121 കോടിയിൽ നിന്നും 188 കോടിയിലേക്കെത്തി. പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൻ്റെ റവന്യൂ 5.5% വർദ്ധിച്ച് 3,581 കോടിയിൽ നിന്നും 3,778 കോടിയിലേക്കെത്തി. EBITDA 8.5% വർദ്ധിച്ച് 583 കോടിയിൽ നിന്നും 632 കോടിയിലേക്കെത്തിയപ്പോൾ മാർജിൻ 16.3% നിന്നും 16.7%. കമ്പനിയുടെ പ്രോഫിറ്റ് 6.8% ഇടിഞ്ഞു. സുപ്രീം പെട്രോകെമിൻ്റെ റവന്യൂ 14% വർദ്ധിച്ച് 1,118 കോടിയിൽ നിന്നും 1,281 കോടിയിലേക്കെത്തി. EBITDA 1.8% വർദ്ധിച്ച് 100 കോടിയിൽ നിന്നും 102 കോടിയിലേക്കെത്തിയപ്പോൾ പ്രോഫിറ്റ് 36% ഇടിഞ്ഞ് 48 കോടിയിൽ നിന്നും 30 കോടിയിലേക്കെത്തി. മറ്റൊരു സ്റ്റോക്ക് DCM ശ്രീരാമാണ്. DCM ശ്രീരാമിൻ്റെ റവന്യൂ 13% വർദ്ധിച്ച് 3,519 കോടിയിൽ നിന്ന് 403 കോടിയിലേക്കെത്തി. EBITDA 7% വർദ്ധിച്ച് 406 കോടിയിൽ നിന്നും 532 കോടിയിലേക്കെത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 19% ഇടിഞ്ഞു. യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 7% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 11% വർദ്ധിച്ചു. 473 കോടിയിൽ നിന്നും 529 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. കൂടാതെ ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം 6 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഇൻട്രിം ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്. യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെ EBITDA 5% വർദ്ധിച്ച് 588 കോടിയിൽ നിന്നും 618 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 3,432 കോടിയിൽ നിന്നും 3,683 കോടിയിലേക്കെത്തി. PTC ഇന്ത്യ ഫിനാൻഷ്യലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. പ്രോഫിറ്റ് 26% ഇടിയുകയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 33% ഇടിയുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. 20 വാട്ട് ശേഷിയുള്ള അല്ലെങ്കിൽ 20 വാട്ട് മൊബൈൽ ചാർജർ ക്രോംപ്ടൺ ഗ്രീവ്സ് എന്ന കമ്പനി ലോഞ്ച് ചെയ്തതുകൊണ്ട് സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന സ്റ്റോക്ക് ഇന്നും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴിയുള്ള ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി നാളെ ജനുവരി 23 കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ യൂണിമെക് എയറോസ്പേസ് എന്ന കമ്പനി സൗദി അറേബ്യൻ കമ്പനിയുമായി ചേർന്ന് ഒരു പ്രസിഷൻ എക്യുപ്മെൻറ്റ് മേക്കിങ്ങിന് വേണ്ടി ജോയിൻറ്റ് കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫിബീം എന്ന കമ്പനി അതിൻ്റെ പേര് അവന്യൂ AI ലിമിറ്റഡ് എന്ന പേരിലേക്ക് മാറ്റിയതുകൊണ്ട് ഇൻഫിബീം എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. ഡാൽമിയ ഭാരത് എന്ന കമ്പനി 3.6 മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള ക്ലിങ് സ്റ്റേഷൻ കപ്പാസിറ്റി ആസാമിലെ പ്ലാന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് അതിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചതുകൊണ്ടും ഡാൽമിയ ഭാരത് എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.